ഹായ് ഹലോ, ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു അവിയലാണ്. അപ്പം നമുക്ക് അവിയലിന് ആവശ്യമായ സാധനങ്ങൾ എടുക്കാവേ. 2 സവാള, ഒരു കിഴങ്ങ്, പടവലങ്ങ, വാഴയ്ക്ക, ക്യാരറ്റ്, തടിയങ്ക, ഇത് ഇവിടെ തടിയങ്ക എന്നാട്ടോ പറയുന്നത്, വെള്ളരിക്ക, ചേമ്പ്, മുരിങ്ങയ്ക്ക, പയർ, അമരയ്ക്ക. അപ്പോൾ ഇത്രയും സാധനമാണ് അവിയലിനായിട്ട് ആവശ്യമുള്ളത്. പച്ചമുളക് എടുക്കുന്നില്ല കേട്ടോ, പിന്നെ തക്കാളിയും കൂടി വേണേ. നമുക്കിതൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കാം. കഴുകിയെടുക്കാവേ, കട്ട് ചെയ്ത്. ഇത് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞു വേണം എടുക്കാൻ. അവിയലിനെടുക്കുമ്പം കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഇതുണ്ട് നമ്മുടെ അവിയൽ കട്ട് ചെയ്ത് കണ്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ട അരപ്പ് എന്താണെന്നൊക്കെ നോക്കാം. അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 വെളുത്തുള്ളി, കുറച്ച് കാന്താരിമുളക്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അതുകൊണ്ടാണ് പച്ചമുളക് എടുത്തിട്ടില്ലാത്തത് കേട്ടോ. കാന്താരിമുളക് അരയ്ക്കുന്നുണ്ടായതുകൊണ്ടാണ് പച്ചമുളക് എടുക്കാൻ. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാവേ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് അവിയലിന് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. പച്ചക്കറി ഇട്ട് കൊടുത്ത് അതിലേക്ക് നമുക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പിട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാവേ. അവിയൽ വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളം ഒന്ന് പറ്റിയാൽ മതി. ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കാം കേട്ടോ. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. നമ്മുടെ അവിയൽ കണ്ട വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ്. നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബായ്.